ദേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോണൊന്ന് സൂക്ഷിച്ച് നോക്കി. ഐഫോൺ ആണെന്ന് മനസ്സിലായി ഇല്ലേ? ലോഗോ ഉണ്ട്. ഇതിനകത്ത് അവരൊരു പ്രൊട്ടക്റ്റീവ് ഫിലിമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതളക്കാം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 10 വർഷം മുമ്പ് പുറത്തിറങ്ങിയ ഐഫോൺ SE എന്ന് പറയുന്ന ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതുപോലൊരു ബോക്സിനകത്താണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. ബോക്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ 10 വർഷത്തെ പഴക്കമൊന്നും ഫീൽ ചെയ്യത്തില്ല. അതായത് 2016 മാർച്ച് 31 ഗ്ലോബലി ലോഞ്ച് ചെയ്ത ഐഫോൺ SE. അറൗണ്ട് 10 ഇയേഴ്സ് എന്ന് പറയുന്ന അത്ര ചെറിയൊരു പഴക്കമല്ല. ഈ ബോക്സ് ചെറിയ അഴുക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം എന്നുള്ളതേ ഉള്ളൂ ഈ ബോക്സിന്. നിങ്ങൾ വിചാരിക്കും ഫോണിൻ്റെ ബാക്ക് മാത്രമായിരിക്കും ഇതുപോലെ അടിപൊളിയായിട്ട് ഇരിക്കുന്നതെന്നില്ലേ? അല്ല, ഫ്രണ്ടും ഒരു കുഴപ്പമില്ലാതിരിക്കുകയാണ്. നല്ല ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന അടിപൊളി ഐഫോൺ SE ആണ്. എല്ലാ സംഗതികൾ ഇതിനകത്തുണ്ട്. ഈ ഒരു ബോക്സ് ഇതുപോലെ മാറ്റുമ്പോൾ കണ്ടില്ലേ, ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹെഡ്സെറ്റ്, ഇപ്പോൾ വരുന്ന ഐഫോണിനകത്തോ അല്ലെങ്കിൽ കൂടിയ ഒരു ഫോണിനകത്തും കാണാത്ത സാധനം. അതുപോലെ ചാർജിങ് അഡാപ്റ്റർ. ഓക്കെ, കുഞ്ഞൊരു ചാർജിങ് അഡാപ്റ്റർ. ചാർജിങ്ങിന് ഇതുപോലെ ലൈറ്റനിങ് കേബിൾ. നമുക്കറിയാം ഐഫോണിനെ ആളുകൾ ഒരുപാട് ഉയർത്തിപ്പൊക്കി പറയാറുണ്ട് അല്ലേ? പക്ഷേ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഇത്തരത്തിൽ 10 വർഷം മുമ്പ് പഴക്കമുള്ളൊരു ഫോണാണെങ്കിൽ ഇപ്പോഴും ഇതേ കണ്ടീഷനിൽ ഇരിക്കുമോ? ഇരിക്കുന്ന ഫോണുകളുണ്ട്, സൂക്ഷിക്കുന്നവരുണ്ട്. പക്ഷേ ഐഫോൺ ഇരിക്കുന്നതാണെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ 10 കൊല്ലമൊന്നും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. വോളിയം റോക്കേഴ്സ് കണ്ടില്ലേ? ഒരു പ്ലസ് മൈനസ് സിമ്പിളൊക്കെ കാണിച്ചുകൊണ്ടുള്ള വോളിയം റോക്കേഴ്സ് ആണ്. അതുപോലെ അലർട്ട് സ്ലൈഡർ ഉണ്ട് ഇപ്പോഴത്തെ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതുപോലെ സിം ട്രേ വന്നിട്ട് ഈ ഒരു ഫോണിനകത്ത് ഇതുപോലെ വലത്തെ സൈഡിലാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ 10 വയസ്സായ ഈ ഒരു ഐഫോൺ SE ഈ ഒരു 2026 എങ്ങനെ പെർഫോം ചെയ്യുന്നു നോക്കാം. iPhone കോർണർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഈ ഫോൺ നമുക്ക് അയച്ചു തന്നത്. നിങ്ങൾക്കും ഇതുപോലെ വിൻറ്റേജ് ഫോണുകൾ വാങ്ങണമെങ്കിൽ ഈ കാണുന്ന വെബ്സൈറ്റ് കണ്ടില്ലേ? ഈ ഒരു വെബ്സൈറ്റ്, അതായത് darbashyantra.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ വിൻറ്റേജ് ആയിട്ടുള്ള ഐഫോണുകളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതല്ലെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഓർക്കുക, ഒന്നുകൂടെ പറയുന്നു, ഈ പറയുന്ന പോലെ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും ബെറ്റർ. ഇൻ കേസ് ഫോൺ വന്നില്ലെങ്കിൽ പൈസ പോകില്ലല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിൽ ചെയ്യാം. താല്പര്യമുള്ളവർ, ആരും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു സൈറ്റ് വഴി അല്ലെങ്കിൽ ഈ നമ്പർ വഴി അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പവർ ബട്ടൺ മുകളിലാണ്. ടച്ച് ID കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ്. വെറും 4 ഇഞ്ച് മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ്. അതുകൊണ്ട് തന്നെ അത്രയും ചെറിയൊരു സൈസാണ് ഫോൺ ഉള്ളത് കൊണ്ട് തന്നെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നോക്കി വളരെ ഈസിയാണ് ഈ ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഓക്കെ, എന്ത് കുഞ്ഞൻ സൈസാണ് നോക്കി. വളരെ ചെറിയ സൈസ്. 10 വർഷം പഴക്കമുള്ള ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെയും ഈ കാലയളവിനുള്ളിൽ എത്ര പേർ ഉപയോഗിച്ച ഒരു ഫോണാണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയും ഞാൻ ജസ്റ്റ് ഈ ഫോൺ ബോക്സിനകത്ത് നിന്ന് എടുത്തപ്പോൾ തന്നെ വെറ്റ് വൈപ്സ് ഒക്കെ ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഫോൺ ഓൺ ആക്കി നോക്കി. ഫോണിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. സംഭവം ഓണായി, വർക്കിംഗ് ആണ്. പവർ ബട്ടൺ മെയിലാണ്. ഇപ്പോഴുള്ള ഐഫോണുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പവർ ബട്ടൺ മെയിലാണ്. ഇപ്പോൾ വരുന്ന പുതിയ ഫോണുകളുടെ സോഫ്റ്റ്വെയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിരവധി വ്യത്യാസങ്ങൾ ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ സൈഡിൽ ഉണ്ടായിരുന്നു. ടോഗിളുകൾ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ പുതിയ ഐഫോണുകളിലൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ വരുന്നത്. എന്നാൽ ഇതിനകത്ത് താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ആ പ്രധാനപ്പെട്ട ടോഗിളുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഈ ഒരു ഫോണുമായിട്ട് ഒന്ന് പരിചിതമായി ഉപയോഗിച്ച് തുടങ്ങാൻ ഒരു അല്പം പാടായിരുന്നു. നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ വരുന്ന ഒരു ഐഫോണിലും കാണാത്ത ഒരു സംഗതി ഈ ഒരു ഫോണിനകത്തുണ്ട്. എന്താണെന്നല്ലേ? താഴെ ഒരു 3.5mm ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ലൈറ്റനിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സിൽ നിന്ന് ഫോൺ പുറത്തേക്ക് എടുത്തപ്പോൾ ഇതിന് ചാർജ് ഒരു അല്പം കുറവായിരുന്നു. ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ നിലവിൽ കുറവാണ്. 9% ഇതിനകത്ത് ഇപ്പോൾ ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഒന്ന് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം ഞാൻ ഈ ഫോൺ ഉപയോഗിച്ച് തുടങ്ങി. ആദ്യം തന്നെ ഫോൺ ഓപ്പൺ ചെയ്ത് നെറ്റൊക്കെ കണക്ട് ചെയ്തപ്പോൾ ഇതിനകത്തേക്ക് ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. നോക്കി, ഈ 10 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴും ഈ ഫോണിനകത്തേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. iOS വെർഷൻ 15.8.6 ആണ് ഇതിനകത്തേക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നത്. അത് ഞാൻ അപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. അതൊക്കെയാണ് ഐഫോണിൻ്റെ ഒരു ഗുണം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. നോക്കി, ഇത്രയും വർഷം പഴക്കമുള്ള ഫോണായിട്ട് പോലും ഈ ബഗ് ഫിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഒരു ഫോണിനകത്ത് ലഭിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. എനിക്ക് പേഴ്സണലി ഒരു ഫോൺ ഉപയോഗിക്കണമെങ്കിൽ അതിനകത്ത് 4 ആപ്ലിക്കേഷൻസ് മാത്രം മതി. അത് ഏതൊക്കെയെന്നല്ലേ? അതായത് ഒന്നാമത് വേണ്ടുന്നത് വാട്സപ്പ്, 2 പറയുന്നത് ഇൻസ്റ്റഗ്രാം, 3 ഗൂഗിൾ പേ, 4 യൂട്യൂബ്. ഇത്രയും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, സിം കാർഡും ഫോണിനകത്ത് ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. അത് ഏത് ഫോൺ ആയാലും. അത്തരത്തിൽ ഞാൻ ഈ ഒരു ഫോൺ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറയുന്ന 4 ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തു. വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. വാട്സപ്പ് യാതൊരു വിഷയമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത്, അതും 10 വർഷം പഴക്കമുള്ള ഈ ഒരു ഫോണിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബ് ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തു. യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടും ഞാൻ ഇതിന്റെ ഐഫോൺ SEയുടെ കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില വീഡിയോകളൊക്കെ യൂട്യൂബിൽ കണ്ടപ്പോൾ പലരും പറയുന്നത് യൂട്യൂബ് സപ്പോർട്ട് iOS 15 വെർഷനിൽ ഇപ്പോൾ യൂട്യൂബിന്റെ സപ്പോർട്ട് ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടത്. പക്ഷേ എനിക്ക് ഈ ഒരു ഫോണിനകത്ത് എന്തായാലും യൂട്യൂബിൽ ഫുൾ ലെങ്ത് വീഡിയോകളും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോകളും പ്ലേ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് അത്തരം
വീഡിയോകൾ ഇതിനകത്ത് പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെയുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഏത് ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ആയാലും നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് സ്വൈപ്പ് ചെയ്ത് സൂം ചെയ്ത് ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കും. ഇവിടെ അങ്ങനെ സാധിക്കത്തില്ല. നമുക്ക് ഈ രണ്ട് ഭാഗവും ഇങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ, സ്ക്രീൻ സൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ വ്യൂയിങ് ഒക്കെ ഇപ്പോഴത്തെ പുതിയ ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയൊരു സംഭവമല്ല എന്നുള്ളത് ഓർക്കണം. ഇൻസ്റ്റാഗ്രാമും വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു ഫോണിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. റീൽസ് ഒക്കെ കാണുന്നതിനൊക്കെ ഈ ഒരു ഫോണിനകത്ത് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ചെറിയ സ്ക്രീൻ വഴിയാണ് കാണുന്നത് എന്നുള്ളത് മാത്രമാണ് ഒരു ചെറിയ പ്രശ്നം. ഈ പറഞ്ഞ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഒരു പെർഫോമൻസ് ഒന്നും ഒരിക്കലും ഈ ഒരു ഫോണിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലെന്ന് അറിയാം. ഈ പറഞ്ഞ കുറച്ച് വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു പെർഫോമൻസിലുള്ള ഒരു കുറവ് ഈ ഒരു ഫോണിനകത്തുണ്ട്. മൂന്നാമത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ്. നമ്മളെല്ലാവരും ഭൂരിഭാഗം പേരും ഇപ്പോൾ ക്യാഷിന് പകരം ഗൂഗിൾ പേ ആണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ പേ ഇതിലേക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് വന്ന കാണിച്ച ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ പറയുന്ന ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ കാണിച്ചിരുന്നു ലേറ്റസ്റ്റ് ആപ്പിൾ സ്റ്റോറിലുള്ള ഗൂഗിൾ പേ വെർഷൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഒരു പഴയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്നതുപോലെ കാണിച്ചു. പഴയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ പഴയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പെല്ലാം ഇൻസ്റ്റാൾ ആയി. അതിനുശേഷം നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു ആപ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗൂഗിൾ പേ ആപ്പ് ഇത്രയും ഓൾഡർ വെർഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് കാണിച്ചത്. ഐഫോൺ 10s മുതൽ മുകളിലോട്ടുള്ള ഐഫോണുകളിലെ ഗൂഗിൾ പേ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യൂ എന്ന് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഗൂഗിൾ പേ മാറ്റി യോനോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. SBIയുടെ ബാങ്കിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴി നമുക്ക് ഗൂഗിൾ പേ പോലെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സാധിക്കുമല്ലോ എന്ന് വെച്ചാൽ യോനോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. എനിക്കറിയാം അതും വർക്ക് ചെയ്യില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇൻസ്റ്റാളേഷൻ ഇതുപോലെ പഴയ വർഷം നടക്കുമെങ്കിലും അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് iOS 17 മുതലുള്ളതിലെ യോനോ ആപ്പും സപ്പോർട്ട് ചെയ്യൂ എന്ന് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് iOS 15 ആണ്. അപ്പോൾ ബാങ്കിങ് ആപ്പുകൾ ഒരു പ്രശ്നമാണ് ഈ ഒരു ഫോണിനകത്ത്. ഇത്രയും പഴക്കമുള്ള ഫോണുകളിൽ പഴയ സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് തന്നെ ബാങ്കിങ് ആപ്പുകൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഉള്ള ഫോണുകളിലെ വർക്ക് ചെയ്യുകയുള്ളൂ. കാരണം സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ. അത് മാത്രമാണ് ഈ ഒരു ഫോണിനകത്ത് ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ഒന്ന് സിം കാർഡ് ഇട്ട് ഉപയോഗിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു കുറവെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഈ ഒരു ഫോണിനകത്ത് ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെയും ഒരു ഡിജിറ്റൽ ഡീടോക്സിക്കേഷന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് മൊബൈലിലേക്ക് ഓവർ യൂസേജ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വലിയൊരു സുഖം ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം ഈ ഒരു ഫോണിനകത്ത് സമയം ചെലവിടുന്നത് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതൊരു വലിയ കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇതിനകത്ത് 4G സപ്പോർട്ടാണുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ജിയോ 5G സിം കാർഡ് ഇട്ട് നോക്കി. 4G നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4G കോൾ വിളിക്കാനും 4G കോൾ വരുന്നതിനും യാതൊരു വിഷയമില്ല. മൊബൈൽ ഡാറ്റ സ്പീഡ് 4G സ്പീഡ് ഇതിനകത്ത് അതുകൊണ്ട് തന്നെ കിട്ടുകയുള്ളൂ. വൈഫൈ കണക്ട് ചെയ്ത് നോക്കി യാതൊരു വിഷയമില്ല. 2016 ഈ ഒരു ഐഫോൺ SE പുറത്തിറക്കുമ്പോൾ ഐഫോൺ 6s ഉണ്ടായിരുന്നു. ആ ഒരു ഐഫോൺ 6sന്റെ ഇന്റേണൽ എടുത്ത് അതിന്റെ മുൻഗാമിയായിട്ടുള്ള ഐഫോൺ 5sന്റെ ബോഡിയിൽ വെച്ചുകൊണ്ടാണ് ഐഫോൺ SE എന്ന ഈ ഒരു ഫോൺ പുറത്തിറക്കിയത്. 4 ഇഞ്ചിന്റെ റെറ്റിന LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിന് മാക്സിമം 500 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ്. നോക്കി നമുക്കറിയാം ഇന്ന് വരുന്ന പല ഫോണുകൾ 6000 6500 നിറ്റ്സ് ഒക്കെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന ഫോണുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ 500 നിറ്റ്സ് ഓക്കെയാണ്. ഔട്ട്ഡോർ വിസിബിലിറ്റി അതുകൊണ്ട് തന്നെ വലിയൊരു അടിപൊളിയായിട്ട് കാണാനും പറ്റില്ല. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ കാണാൻ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അന്ന് ഇത്തരത്തിൽ ഐഫോൺ SE ആപ്പിൾ പുറത്തിറക്കുമ്പോൾ 4 വ്യത്യസ്ത കളറുകളിലാണ് പുറത്തിറക്കിയത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു റോസ് ഗോൾഡ് കളറൊക്കെ ഉണ്ടായിരുന്നു. ഇത് സ്പേസ് ഗ്രേ എന്ന് പറയുന്ന കളർ, അതായത് ഇത്തരത്തിൽ ഈ മുകളിലും താഴെയും ബ്ലാക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു ഫോണിനെ അന്ന് ആപ്പിൾ പുറത്തിറക്കിയത്. ക്യാമറയെ പറ്റി പറഞ്ഞാൽ നോക്കി, ഇത്രയും ചെറിയ ക്യാമറ ഇപ്പോൾ വരുന്ന ഏതെങ്കിലും ഐഫോണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. 12 മെഗാ പിക്സലിന്റെ ഒരു സിംഗിൾ ക്യാമറയാണ് ഈ ഒരു ഫോണിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ഐഫോണുകളൊക്കെ 48 മെഗാ പിക്സൽ സെൻസറായി മാറി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇവിടെ 1.2 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം എടുത്ത് പറയേണ്ട കാര്യമുണ്ട്, അന്ന് ഈ ഒരു ഫോണിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന വീഡിയോകൾക്ക് അല്പം ഒരു ഷേക്ക് ഒക്കെ വരുന്നുണ്ട്. ഫോട്ടോകൾ ഇപ്പോൾ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വലിയ തരക്കേടില്ലാത്ത ഫോട്ടോകൾ എടുക്കാം, വീഡിയോകളും കുഴപ്പമില്ലാത്ത വീഡിയോകൾ എടുക്കാം എന്നേ ഉള്ളൂ. ഇന്ന് വരുന്ന പുതിയ ഫോണുകളായിട്ടൊന്നും ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. അന്നത്തെ കാലത്ത് ഈ ഒരു ഫോണിൽ എടുക്കുന്ന ഫോട്ടോകൾ വാവ് ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണുമ്പോൾ ഇന്ന് ഇതിലും അടിപൊളിയായിട്ട് ഫോട്ടോകൾ എടുക്കാവുന്ന മികച്ച ഫോണുകളും ആപ്പിൾ തന്നെ പുറത്തിറക്കിയത് കൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ഫോണിൽ എടുക്കുന്ന ഫോട്ടോകളും വീഡിയോകളും അത്ര പ്രസക്തമല്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും ഒരു കുഞ്ഞൻ സൈസ് ആയതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഓൺ ഹാൻഡഡ് ഓപ്പറേഷൻ വളരെ ഈസിയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു തള്ളവിരൽ കൊണ്ട് ഈ ഒരു ഫോണിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓടി കളിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ. ഇന്ന് വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഫോണുകൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ്. ഇന്ന് വരുന്ന കോമ്പാക്ട് ഫോണുകൾ എന്ന് പറയുന്നത് 6.3 ഇഞ്ച് മാത്രമാണ്. അവിടെയാണ് 4 ഇഞ്ച് സൈസ് ഡിസ്പ്ലേയുമായിട്ട് ഈ ഒരു ഫോൺ വന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഐഫോൺ 12 മിനി എന്ന് പറയുന്നതായിരുന്നു ഐഫോൺ പുറത്തിറക്കിയ ഒരു കോമ്പാക്ട് ഫോൺ അടുത്തിടെ. അതും ഏകദേശം 5 വർഷത്തോളം ആയി. അത്തരം മിനി ആയിട്ടുള്ള കോമ്പാക്ട് ഫോൺ ആപ്പിൾ ഇപ്പോൾ പുറത്തിറക്കുന്ന പോലുമില്ല. ആ 12 മിനിയേക്കാളും ചെറുതാണ് ഈ ഒരു ഐഫോൺ SE. A9 എന്ന് പറയുന്ന ബയോണിക് ചിപ്സെറ്റ് ആണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. നോക്കി, ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ A19 Pro എന്ന് പറയുന്ന ചിപ്പാണ് ഇപ്പോൾ വരുന്ന ഐഫോൺ 17 Pro എന്ന ഫോണിലൊക്കെ വന്നിരിക്കുന്നത്. ഈ ഒരു A9 ചിപ്സെറ്റ് അന്ന്
വലിയ സംഭവമായിരുന്നിരിക്കാം. പക്ഷേ ഇന്ന് ഈ പറയുന്ന A19 കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരിക്കലും ഒരു വലിയ സംഭവമല്ല എന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഈ ഫോണിനകത്ത് 2GB RAM ആണ് വരുന്നത്. ഇന്ന് നമുക്കറിയാം 12GB RAM ഒക്കെയാണ് മിനിമം സ്റ്റാർട്ടിങ് പല ഫോണിലും അല്ലെ. 16GB ഇന്റേണൽ സ്റ്റോറേജിലാണ് ഈ ഒരു ഫോൺ സ്റ്റാർട്ട് ചെയ്തിരുന്നതെന്ന് ഓർക്കണം. 16GB, 64GB അതുപോലെ 128GB വരെയൊക്കെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. ഈ ഒരു ഫോൺ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് 64GB ആണ്. അപ്പോൾ അന്ന് ഈ പറയുന്ന 16GB ഈ ഫോൺ പുറത്തിറക്കിയ കാലത്ത് ആപ്ലിക്കേഷനുകളുടെയൊക്കെ സൈസ് വളരെ ചെറുതായിരുന്നു, വളരെ കുഞ്ഞ്. ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ അന്ന് ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നെങ്കിലും വളരെ കുഞ്ഞൻ സൈസിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആപ്പുകൾ ഇപ്പോൾ പുതുതായി ഓരോ തവണയും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആപ്പ് സൈസ് കൂടി വരികയാണ്. ഇന്ന് ഈ പറയുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഈ ഫോണിനകത്ത് ഇത്തരം പഴയ ഫോണുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേക്കും ഇതിന്റെ ഇന്റേണൽ സ്റ്റോറേജ് ഫുൾ ആകും. അതുപോലെ ഈ ഒരു ഫോണിന്റെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ ഇന്ന് കാണുന്ന BGMI പോലുള്ള ഗെയിമുകളൊന്നും ഇതിനകത്ത് കളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ടെമ്പിൾ റൺ പോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞൻ ഗെയിമുകളൊക്കെ ഈ ഒരു ഫോണിനകത്ത് നല്ല രീതിയിൽ കളിക്കാനും സാധിക്കും. ബാറ്ററി ലൈഫിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ ശോകമാണ് ഈ ഒരു ഫോണിന്റെ ബാറ്ററി ലൈഫ്. ഇതിന്റെ ബാറ്ററി ഹെൽത്ത് സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു. 10 വർഷം പഴക്കമുള്ള ഈ ഒരു ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യും. നമുക്കറിയാം ഇപ്പോൾ വരുന്ന പല ഫോണുകളും അല്ലേ, ആപ്പിൾ ഫോണുകളൊക്കെ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ തന്നെ 100% ബാറ്ററി ഹെൽത്ത് വന്നിട്ട് 84% ഒക്കെ ആയി കുറയുന്ന അനുഭവങ്ങൾ എനിക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് ഞാൻ ഇതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും മാക്സിമം കപ്പാസിറ്റി 100% ആണ് കാണിക്കുന്നത്. അതിനകത്ത് ഇനി എന്തെങ്കിലും കൃത്രിമത്വം ആരെങ്കിലും ഫോണിനകത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ റീഫർബിഷ്ഡ് ഫോണുകൾ വിൽക്കുന്നവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉടായ്പ കാണിച്ചിട്ട് ബാറ്ററി ഹെൽത്ത് ഹൈ ആക്കി വെക്കാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു ഫോണിനകത്ത് ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് കപ്പാസിറ്റി മാക്സിമം 100% കാണിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതുപോലെ ഈ ഒരു ഫോണിന്റെ ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ അറിയാമല്ലോ, 10 വർഷം മുമ്പുള്ള ഫോണാണ്. അതിനകത്തുള്ള ബാറ്ററി കപ്പാസിറ്റി വളരെ കുറവാണ്. അന്ന് ഈ പറഞ്ഞ പോലുള്ള ആപ്പുകളുടെ കപ്പാസിറ്റിയൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ കുറഞ്ഞ ബാറ്ററി മതിയായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ബാറ്ററി ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോൺ ജസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ബാക്കിൽ ഇത്തരത്തിലുള്ള മെറ്റാലിക് ബോഡി ആയതുകൊണ്ട് തന്നെ അകത്തുള്ള ഹീറ്റ് പുറത്തേക്ക് നന്നായിട്ട് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ പിടിക്കുമ്പോൾ ഹീറ്റിംഗ് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വലിയ ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഏകദേശം 37.8 ഡിഗ്രി വരെയൊക്കെയാണ് മാക്സിമം ടെമ്പറേച്ചർ വന്നത്. പക്ഷേ ഈ പറഞ്ഞ മെറ്റാലിക് ബോഡി ആയതുകൊണ്ട് തന്നെ ഫോൺ നല്ല രീതിയിൽ ചൂടാവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തായിട്ട് ഈ ഒരു ഫോൺ അന്ന് ലോഞ്ച് ചെയ്തപ്പോൾ ഉള്ള പ്രൈസ് ആണ് $399 ഈ ഒരു ഫോൺ അന്ന് ലോഞ്ച് ചെയ്തത്. ഇപ്പോഴത്തെ പ്രൈസ് ആണെങ്കിൽ ഏകദേശം 40,000 രൂപ ഇന്ത്യൻ പ്രൈസ് വരുമെന്ന് കണക്ക് കൂട്ടുന്നു. 10 വർഷം മുമ്പ് ഈ ഒരു ഫോണിന്റെ വില. അപ്പോൾ അത്രയും രൂപയ്ക്ക് പുറത്തിറക്കിയ ഒരു ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോൺ 2026 എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ ഇത്തരം പഴയ ഐഫോണുകൾ വാങ്ങാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഞാൻ ഈ വീഡിയോ തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ഫോൺ 2026 എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ സൈസ് കൂടുന്നത് കൊണ്ട് തന്നെയും ആപ്ലിക്കേഷൻസുകൾ ഒരുപാടൊന്നും നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നെ ഇത്തരം ഫോണുകൾ എന്നെ പോലെ ഇത്തരം റിട്രോ ടച്ചുള്ള പഴയകാല നൊസ്റ്റാൾജിക് ഓർമ്മകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി പഴയകാല ഫോണുകൾ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇത്തരം പഴയ ഐഫോണൊക്കെ വാങ്ങാം. അതുപോലെ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഡീടോക്സിക്കേഷന് വേണ്ടിയിട്ടും നമുക്ക് ഫോണുകളുടെ യൂസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫോൺ നമുക്ക് സിം കാർഡ് ഇട്ട് ഉപയോഗിക്കാം. വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് അതുകൊണ്ട് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഈ ഒരു ഫോൺ നോക്കി, ഒരു സ്ക്രാച്ചോ ഒന്നുമില്ല ഈ ഒരു ഫോണിനകത്ത് എന്നുള്ളതും എന്നെ സത്യത്തിൽ ഞെട്ടിക്കുന്നുണ്ട്. 10 വർഷമായെങ്കിലും ഒരു സ്ക്രാച്ചോ ഒരു ഡെൻറ്റോ ഒന്നുമില്ല. ഇപ്പോഴും നല്ല ഫ്രഷ് പുത്തം പോലെ ഇരിക്കുകയാണ്. ഞാനൊന്ന് ക്ലീൻ ചെയ്ത് സാധനം ഒന്ന് പൊടി തട്ടി എടുത്തപ്പോഴത്തേക്കും അടിപൊളിയായി മാറിയിരിക്കുന്നു ഈ ഒരു ഫോൺ. ഈ ഫോൺ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ 7,500 രൂപയ്ക്ക് ഈ ഒരു iPhone SE നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആയിരിക്കും 7,500 രൂപ എടുത്തുകൊണ്ട് ഈ പഴയ ഫോൺ വാങ്ങാൻ എന്താണ് വട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, പഴയ Yamaha RX100 അതുപോലെ പഴയ ബുള്ളറ്റ് ഒക്കെ ഇപ്പം വിൽക്കുന്ന വിലയൊന്ന് ഓർത്തു പോകണം അല്ലേ. എന്തും വേണ്ടി വിലയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത്. പണ്ട് അവർ പുറത്തിറക്കിയ ആ വിലയൊന്നുമല്ല ഇപ്പോഴത്തെ ഈ പഴയ പടക്കുതിരകളായുള്ള ബൈക്കുകൾക്കൊക്കെ വരുന്ന വില എന്ന് പറഞ്ഞതുപോലെയാണ് ഇവനെൻ്റെയൊക്കെ മാർക്കറ്റ് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചാൽ കിട്ടാതാണ് കണക്ക്. പലർക്കും ഇത്തരം ഫോണുകളൊക്കെ ഒരു നൊസ്റ്റു അടിക്കുന്ന ഫോണുകളാണ് അല്ലേ. പലയിടത്തും ഇത് കിട്ടാക്കനിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ 7,500 എടുത്തുകൊണ്ട് ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കുന്നത്. എനിക്ക് ഈ ഒരു ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് അയച്ചത് ഈ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഞാൻ അത് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ മേടിക്കുക, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി സംവിധാനം ഉണ്ടെന്നാണ് ഞാൻ തിരക്കി അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം പ്രോഡക്റ്റ് കയ്യിലേക്ക് വരുമ്പോൾ നമുക്ക് പൈസ കൊടുത്താൽ മതിയല്ലോ. കുറച്ചുകൂടെ ട്രസ്റ്റ് വർത്തി അതാണല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വാങ്ങുന്നവർ സ്വന്തം റിസ്കിലായിരിക്കണം വാങ്ങേണ്ടത് എന്നും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.